ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. ഇപ്പോൾ റീസെൻ്റായിട്ട് കുറച്ചധികം കമൻ്റ് ഒക്കെ വരുന്നുണ്ട്. 12,000 രൂപയ്ക്ക് ഏതാണ് ബെസ്റ്റ് ഫോൺ, അല്ലെങ്കിൽ ഇതെടുക്കണോ അതെടുക്കണോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ റീസെൻ്റായിട്ട് തന്നെ ഈ റേഞ്ചിൽ ഒരുപാട് പുതിയ ഫോൺസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ബെസ്റ്റ് ആയിട്ടുള്ള 4 ഫോൺസ് ആട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഇതൊരു ഫോൺ എന്ന് പറഞ്ഞാൽ വേറെ ഏതുമല്ല, സാംസങ്ങിൻ്റെ ഗാലക്സി M16 അല്ലെങ്കിൽ F16 ആണ്. M16 ആണെങ്കിൽ ആമസോണിലാണ്, F16 ആണെങ്കിൽ ഫ്ലിപ്കാർട്ടിലാണ്. ആ ഒരു വ്യത്യാസം മാത്രമേ ബേസിക്കലി ഉള്ളൂ. പിന്നെ ആ ഒരു ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസം, കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഈ രണ്ട് ഫോൺസിൻ്റെയും പറ്റി പറയുകയാണെങ്കിൽ ഡിസൈൻ വൈസ് പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡായിട്ടാണ് വരുന്നത്. 6.7 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് അമോലഡ് ആയിട്ടുള്ള 90 ഹെർട്സ് വരുന്ന ഒരു നോച്ചുള്ള ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ച് ഹോൾ ക്യാമറ മൊഡ്യൂളൊന്നും ഈ ഒരു ഫോണിന് വരുന്നില്ല. അത് ഈ പ്രൈസ് റേഞ്ചിൽ ഒരു ഡ്രോബാക്ക് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ബാക്കി എല്ലാ ഫോണും പഞ്ച് ഹോൾ ക്യാമറ മൊഡ്യൂളൊക്കെ തന്നെ ഈ ഒരു പ്രൈസ് പോയിന്റിൽ തരുന്നുണ്ട്. സോ സാംസങ് മാത്രമാണ് ഇപ്പോഴും ഇത് തരാത്തത്. അത് മാത്രമാണ് ഡിസ്പ്ലേ പറ്റി ഒരു മോശം പറയാനുള്ളത്. പിന്നെ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഇല്ല. പിന്നെ ക്യാമറ 50 MB ഒരു പ്രൈമറി ക്യാമറ വരുന്നുണ്ട്, 5 MB ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ വരുന്നുണ്ട്, 2 MB മാക്രോ ക്യാമറയും റിയറിൽ വരുന്നുണ്ട്, 13 MB ആണ് സെൽഫി ക്യാമറ. റിയർ ക്യാമറയും ഫ്രണ്ട് ക്യാമറയും 1080p 30 FPS വീഡിയോസും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ 4K ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. അൾട്രാ വൈഡ് ഒക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് ഈ റേഞ്ചിൽ ഡീസൻറ്റ് ക്യാമറ ഇതിന് കൊടുത്തിട്ടുണ്ട്. ഇനി പെർഫോമൻസ് ആണെങ്കിൽ മിഡാടെക്കിൻ്റെ ഡിമെൻസിറ്റി 6300 എന്ന ചിപ്സെറ്റാണ്. അറൗണ്ട് ഒരു 4,20,000 ഒക്കെ തന്നെ ആൻഡ് സ്കോറൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം ഒരു ഡീസൻറ്റ് പെർഫോമൻസും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ദെൻ 6+6 ഇയേഴ്സിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും സാംസങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 25 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. ബോക്സിനകത്ത് ചാർജർ വരുന്നില്ല, സെപ്പറേറ്റ് വാങ്ങേണ്ടി വരും. പ്രൈസ് ആൻഡ് വേരിയൻറ്റ് പറയുകയാണെങ്കിൽ 4GB 128GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ പ്രൈസ് 12,499 ആയിട്ടാണ് വരുന്നത്. ഒരു 12,000 രൂപ ഒരു 500 രൂപ അധികം കൊടുക്കണം. പക്ഷേ ഓഫർ പ്രൈസ് ഉണ്ട്. ഓഫർ പ്രൈസിലാണെങ്കിൽ ഇപ്പോൾ 11,500 രൂപയ്ക്ക് ഈ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. ബാങ്ക് കാർഡൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 11,500 ഈ ഒരു ഫോൺ കിട്ടും. അത്യാവശ്യം നല്ലൊരു ഫോണാണ്, കുഴപ്പമൊന്നും പറയാനില്ല. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ദെൻ അടുത്തൊരു മോഡൽ എന്ന് പറയുന്നത് iQടെ Z9X എന്ന മോഡലാണ്. ഒരുപാട് നാളായിട്ട് ഈ ഒരു പ്രൈസ് പോയിന്റിലെ ബെസ്റ്റ് എന്നൊരു മോഡലായിരുന്നു. ഇതിൻ്റെ ഡിസൈനും പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡാണ്, കാണാനൊക്കെ നല്ല രസമൊക്കെ ഉണ്ട്. 6.72 ഇഞ്ച് വരുന്ന ഫുൾ HD ആയിട്ടുള്ള IPS LCD ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിൻ്റെ ഹൈ റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. സെൻട്രൽ അലൈൻ ആയിട്ടുള്ള പഞ്ച് ഹോൾ ആയിട്ടാണ് സെൽഫി ക്യാമറ ഒക്കെ തന്നെ വരുന്നത്. സോ ഡിസ്പ്ലേ വൈസ് അമോലഡ് ഒന്നും തന്നെ വരുന്നില്ല. എന്നാലും ഈ റേഞ്ചിൽ ബെസ്റ്റായിട്ടുള്ള ഡിസ്പ്ലേ ഇതിന് എന്തായാലും കൊടുത്തിട്ടുണ്ട്. സോ ഡിസ്പ്ലേയുടെ വൈസൊന്നും ഒരു കുറവും പറയാനില്ല. ക്യാമറ ആണെങ്കിൽ 50 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്, 2 MB ഡെപ്ത് സെൻസറാണ് റിയറിൽ വരുന്നത്, 8 MB സെൽഫി ക്യാമറയും വരുന്നുണ്ട്. റിയർ ക്യാമറയിൽ 4K 30 FPS വീഡിയോസും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് ക്യാമറയും ഇതിന് വരുന്നത്. അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഒന്നും വരുന്നില്ല. അത് ഈ പ്രൈസ് പോയിന്റ് വലിയ ആവശ്യമില്ലത്, കാരണം ഉള്ളത് തന്നെ വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് അതില്ലാത്തതും ഇല്ലതും ഒരുപോലെയാണ്. ഇനി പെർഫോമൻസ് ആണെങ്കിൽ ഇതിൽ വരുന്നത് കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 6 Gen 1 എന്ന ചിപ്സെറ്റ് വരുന്നുണ്ട്. അറൗണ്ട് ഒരു 5,16,000 ആ റേഞ്ചൊക്കെ തന്നെ ആൻഡ് സ്കോറൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല പെർഫോമൻസും ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. പിന്നീട് 2+3 ഇയേഴ്സിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 6000 mAh ബാറ്ററിയും 44 വാട്ട് ഫാസ്റ്റ് ചാർജറും ബോക്സിനകത്ത് തന്നെ കൊടുത്തിട്ടുമുണ്ട്. പ്രൈസ് ആൻഡ് വേരിയൻ്റ് ആണെങ്കിൽ 4GB 128GB വേരിയൻ്റെ പ്രൈസാണ് 10,999 ആയിട്ടാണ് വരുന്നത്. സോ 11,000 രൂപ മാത്രമേ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് വേരിയൻറ്റിന് വരുന്നുള്ളൂ. അത്യാവശ്യം നല്ല മോഡലാണ്. ഞാൻ അധിക പേരും ചോദിക്കുന്ന സമയത്ത് ഈ ഒരു ഫോൺ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം ഒരുപാട് നാളായിട്ട് ഈ ഒരു പ്രൈസ് പോയിന്റിൽ ബെസ്റ്റാണ്, ഇപ്പോഴും ബെസ്റ്റാണ്. ദെൻ അടുത്ത മൂന്നാമത്തെ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ റെഡ്മിയുടെ 13 5G എന്ന മോഡലാണ്. ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ ബിൽഡ് ഗ്ലാസ് ബാക്ക് ആയിട്ടാണ് വരുന്നത്. സോ നല്ലൊരു പ്രീമിയം ഇൻഹാൻഡ് ഫീൽ ഈ ഒരു ഫോണിൽ കിട്ടുന്നതായിരിക്കും. 6.79 ഇഞ്ച് വരുന്ന ഫുൾ HD ആയിട്ടുള്ള IPS LCD ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിൻ്റെ ഹൈ റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. സെൻട്രൽ അലൈൻ ആയിട്ടുള്ള പഞ്ച് ഹോൾ ആയിട്ട് തന്നെയാണ് സെൽഫി ക്യാമറ ഒക്കെ തന്നെ കൊടുത്തിട്ടുള്ളത്. സോ ഡിസ്പ്ലേ വൈസും ബെസ്റ്റാണ്, നല്ല ബിൽഡ് ക്വാളിറ്റിയും ഇതിന് വരുന്നുണ്ട്. ക്യാമറ ആണെങ്കിൽ 108 MB പ്രൈമറി ക്യാമറയാണ്, 2 MB ഡെപ്ത് സെൻസറാണ് റിയറിൽ വരുന്നത്, 13 MB സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. റിയർ ക്യാമറ 1080p 13 FPS മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. 108 MB ഉണ്ട് എന്ന് വെച്ചുകൊണ്ട് വലിയ ക്യാമറ ഒന്നും പ്രതീക്ഷിക്കേണ്ട, ഒരു ഡീസൻറ്റ് ലെവൽ ക്യാമറ മാത്രമേ കിട്ടുന്നുള്ളൂ. ഒരു വെറുതെ ഒരു 108 MB ഉണ്ട് എന്ന് പറയാവുന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു യൂസ്ഫുൾ ഒന്നും അതിനെ പറ്റിയില്ല. ഫോട്ടോ എടുത്ത് കുറച്ച് സൂം ചെയ്യും, കുറച്ച് ഡീറ്റെയിലിംഗ് അധികം ഉണ്ടാവും എന്നല്ലാതെ വേറൊരു കാര്യം ആ ഒരു 108 MB കൊണ്ട് ഇല്ല. ദെൻ പെർഫോമൻസ് ആണെങ്കിൽ ഇതിൽ വരുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 4 Gen 2 എന്ന ചിപ്സെറ്റാണ്. അറൗണ്ട് ഒരു 4,40,000 ഒക്കെ തന്നെ ആൻഡ് സ്കോറൊക്കെ തന്നെ വരുന്നുണ്ട്.
2+4 ഇയേഴ്സിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും ഇവിടെ റെഡ്മി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാറ്ററി ആണെങ്കിൽ 5030 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ബോക്സിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ തന്നെ പ്രോപ്പറായിട്ട് വരുന്നുണ്ട്, അതിലൊന്നും കുഴപ്പമൊന്നും പറയാനില്ല. ഇനി പ്രൈസ് ആൻഡ് വേരിയൻ്റ് ആണെങ്കിൽ 6GB 128GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 12,499 ആയിട്ടാണ് വരുന്നത്. സോ 12,500 രൂപയാണ്. ഓഫറൊക്കെ കഴിച്ച് 12,000 രൂപയ്ക്ക് താഴെ ഈ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ലൊരു വേർത്തായിട്ടുള്ള നല്ലൊരു മോഡലാണ്. ഗ്ലാസ് ബാക്കൊക്കെ തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു റെഡ്മി മോഡലാണ്. ദെൻ ലാസ്റ്റത്തെ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ റിയൽമിയുടെ 12X എന്ന മോഡലാണ്. ഈ ഒരു ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡാണ്. സർക്കിൾ ക്യാമറ മൊഡ്യൂളൊക്കെയാണ് വരുന്നത്. 6.72 ഇഞ്ച് വരുന്ന ഫുൾ HD ആയിട്ടുള്ള IPS LCD ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിൻ്റെ ഹൈ റിഫ്രഷ് റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഡിസ്പ്ലേയും വരുന്നുണ്ട്. ക്യാമറ ആണെങ്കിൽ 50 MBയുടെ പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. 2 MBയുടെ ഡെപ്ത് സെൻസറും റിയറിൽ വരുന്നുണ്ട്. 8 MBയുടെ ആണ് സെൽഫി ക്യാമറ വരുന്നത്. റിയർ ക്യാമറയിലും ഫ്രണ്ട് ക്യാമറയിലും 1080p 30 എപ്പിസോഡിലെ വീഡിയോസും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. 4K ഒന്നും സപ്പോർട്ട് കൊടുത്തിട്ടില്ല. ഇനി പെർഫോമൻസ് ആണെങ്കിൽ തന്നെ മിഡടെക്കിൻ്റെ Dimensity 6100 എന്ന ചിപ്സെറ്റാണ്. അറൗണ്ട് ഒരു 4,20,000 ഒക്കെ തന്നെ ആക്റ്റീവ് സ്കോർ അടക്കം വരുന്നുണ്ട്. ഒരു ഡീസൻറ്റ് പെർഫോമൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്ഡേറ്റ് ആണെങ്കിൽ 2+3 ഇയേഴ്സിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. ലാസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ബാറ്ററി. 5000 mAh ബാറ്ററി, 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. പ്രൈസ് ആൻഡ് വേരിയൻറ്റ് പറയുകയാണെങ്കിൽ 4GB 128GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 11,999 ആയിട്ടാണ് വരുന്നത്. 12,000 രൂപയ്ക്ക് ഒരു നല്ലൊരു റിയൽമി ഫോൺ കൂടി. അപ്പോൾ ഈ 4 ഫോൺസാണ് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഇപ്പോൾ ഉള്ളതിൽ ബെസ്റ്റായിട്ടുള്ള 4 ഫോൺസ് എന്ന് പറഞ്ഞാൽ. ഇത് എൻ്റെ ഒരു ഒപ്പീനിയനിൽപ്പെട്ട 4 ഫോൺസാണ്. വേറെ ഒരുപാട് ഫോൺസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഉണ്ടാവും. പക്ഷേ എന്നോട് ഒരാൾ ചോദിച്ചാൽ ഞാൻ പറയുന്ന ഫോൺസ് ഈ ഒരു ഫോൺസൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതാണോ ബെസ്റ്റായിട്ട് തോന്നിയത് അതിൻ്റെ റിവ്യൂസും കാരണം തന്നെ പ്രോപ്പറായിട്ട് നോക്കിയതിന് ശേഷം മാത്രം പോയിട്ട് വാങ്ങാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ പറ്റിയുള്ള ഒപ്പീനിയൻ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ഒരു വീഡിയോക്ക് വേണ്ടി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.